ഗുരുശിഷ്യ കഥകൾ അരവിന്ദൻ എഴുതിയത് 5-ാം പതിപ്പ് പാഠം 8 യവഗ്രീതന്റെ കഥ. ഗുരുമുഖത്തുനിന്നല്ലാതെ തപസ്സുകൊണ്ട് വിദ്യ നേടാൻ ശ്രമിച്ച ഒരു മുനിപുത്രന്റെ കഥയാണിത്. അനേക വർഷങ്ങൾ ഗുരുസന്നിധിയിൽ വസിച്ച് മനസ്സും ശരീരവും പരിപാകമാക്കി ആർജിക്കേണ്ട വേദപഠനം തപസ്സിലൂടെ നേടുകയും വിദ്യയിൽ നിന്ന് ലഭിക്കേണ്ട ഗുണഫലങ്ങൾക്ക് അനർഹനായി തീരുകയും സ്വയം നാശമടയേണ്ടി വരികയും ചെയ്ത യവഗ്രീതന്റെ കഥ. ഭരദ്വാജനും രൈബ്യനും മിത്രങ്ങളായി ഒരേ സ്ഥലത്തു വസിച്ചു പോന്നു. പണ്ഡിതശ്രേഷ്ഠനായ രൈബ്യന് അർവാവസു, പരാവസു എന്നീ 2 പുത്രന്മാരും ഭരദ്വാജന് യവഗ്രീതൻ എന്ന പുത്രനുമാണുണ്ടായിരുന്നത്. രൈബ്യനെ പോലെ പണ്ഡിതരായിരുന്നു പുത്രന്മാരും. അവരെ ബ്രാഹ്മണരും മറ്റു ജനങ്ങളും കൂടുതൽ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നു. തപോബലം കൊണ്ട് ശ്രേഷ്ഠനായ തന്റെ പിതാവിനെയും വേദപഠനമില്ലാത്ത തന്നെയും മറ്റുള്ളവർ അവഗണിക്കുന്നത് യവഗ്രീതന്റെ മനസ്സിൽ മുറിവുകളുണ്ടാക്കി. വേദാധ്യയനം നടത്താത്ത തങ്ങളുടെ ഗതികേടാണ് ഈ ദുർവിധിക്ക് കാരണമെന്ന് യവഗ്രീതൻ മനസ്സിലാക്കി. അതിനാൽ എങ്ങനെയെങ്കിലും വേദജ്ഞാനം നേടാൻ അയാൾ തീരുമാനിച്ചു. ഗുരുമുഖത്തു നിന്നും അറിവിന്റെ വെളിച്ചം തേടാൻ വളരെ കാലം വേണ്ടി വരുന്നതിനാൽ തപസ്സുകൊണ്ട് അതു നേടിയെടുക്കണമെന്ന് ഉറച്ച യവഗ്രീതൻ കഠിനമായ തപസ്സിലേക്കു തിരിഞ്ഞു. ശരീരത്തെ പലവിധത്തിൽ ക്ലേശിപ്പിച്ച് യവഗ്രീതൻ ഘോരമായ തപസ് ആരംഭിച്ചു. ശരീരത്തെ തീയിലെരിച്ച് കഠിന തപസ് അനുഷ്ഠിക്കുന്ന യവഗ്രീതന്റെ മുമ്പിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷനായി തപോലക്ഷ്യത്തെക്കുറിച്ച് ആരാഞ്ഞു. ഗുരുക്കന്മാരിൽ നിന്നല്ലാതെ എനിക്കും അച്ഛനും വേദജ്ഞാനം തോന്നാൻ അങ്ങ് സഹായിക്കണം. യവഗ്രീതൻ ഇന്ദ്രനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ ആ മുനികുമാരനെ ഉപദേശിച്ചു. ഉണ്ണി, നിന്റെ ഉദ്ദേശ്യം നന്ന്. എന്നാൽ വേദം ഗുരുവിൽ നിന്നും നേരിട്ട് അഭ്യസിക്കുന്നതാണ് ശരിയായ മാർഗം. അതിനാൽ എത്രയും വേഗം ഒരു ഗുരുവിനെ സമീപിക്കുക. ഇന്ദ്രൻ മറഞ്ഞെങ്കിലും യവഗ്രീതൻ തപസ്സിൽ നിന്നും പിൻവാങ്ങിയില്ല. തീവ്ര തപസ്സിൽ മുഴുകിയ ആ യുവാവിനെ വീണ്ടും ദേവേന്ദ്രൻ ചെന്നു കണ്ടു. യവഗ്രീത, ഭവാന്റെ ശ്രമം അസാധ്യമായ കാര്യം കൈവരിക്കുന്നതിനാണ്. ഇതു സാഹസമാണ്. പഠിക്കാതെ എങ്ങനെയാണ് താങ്കൾക്കും പിതാവിനും വേദജ്ഞാനമുണ്ടാവുക? പഠിക്കാതെ വേദം താനേ തോന്നുമോ? യവഗ്രീതൻ ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെ നിന്നു. ആഗ്രഹപൂർത്തിക്കായി സ്വശരീരം മുറിച്ച് അഗ്നിയിൽ ഹോമിക്കാനും തുടങ്ങി. ദൃഢനിശ്ചയമെടുത്ത് കഠിന തപസ്സിൽ മുഴുകിയ ആ മുനിപുത്രനെ തപസ്സിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കാമെന്ന് ഇന്ദ്രൻ ആലോചനയിലായി. ദുർബലനും ക്ഷീണിതനുമായ ഒരു വൃദ്ധന്റെ രൂപത്തിൽ ഇന്ദ്രൻ യവഗ്രീതൻ തപസ്സനുഷ്ഠിക്കുന്ന ഗംഗാതീരത്തിലെത്തി. യവഗ്രീതൻ കാണുകെ അദ്ദേഹം മണൽ കൊണ്ട് ഗംഗയ്ക്കു കുറുകെ ഒരു ചിറ കെട്ടാനുള്ള ശ്രമം ആരംഭിച്ചു. തീരത്തു നിന്നും മണൽ വാരിയെടുത്ത് നദിയിലേക്കിടുമ്പോൾ തന്നെ അത് ഒലിച്ചു പോകുമെങ്കിലും വൃദ്ധൻ ക്ഷീണം വകവയ്ക്കാതെ തന്റെ ശ്രമം തുടർന്നു. അന്തസാരശൂന്യമായ ഈ പ്രവൃത്തി കണ്ട് യവഗ്രീതൻ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം വൃദ്ധ ബ്രാഹ്മണനോട് പറഞ്ഞു. ഭവാൻ അസാധ്യമായ ഉദ്യമത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് എന്തിനായി പരിശ്രമിക്കുകയാണ്? ഞാൻ ഗംഗയ്ക്കു കുറുകെ ഒരു ചിറ കെട്ടുകയാണ്. ഗംഗയുടെ മറുകരയെത്താൻ ഒരെളുപ്പവഴി. അക്കരെ എത്താനുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇതോടെ തീരുകയും ചെയ്യും, വൃദ്ധൻ പറഞ്ഞു. ശക്തമായ ഒഴുക്കുള്ള ഗംഗയിൽ ചിറകെട്ടുക വൃഥാശ്രമമാണ്. സാധ്യമായ കാര്യങ്ങൾക്കായി ശ്രമിക്കുകയാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു, വൃദ്ധനോട് യവഗ്രീതൻ പറഞ്ഞു. അതുകേട്ട് വൃദ്ധൻ പുഞ്ചിരിയോടെ യവഗ്രീതനോട് ചോദിച്ചു. അസാധ്യമായ ഒരു കർമ്മമാണിതെന്ന് എനിക്കറിയാം. ഭവാൻ വേദജ്ഞാനം നേടാൻ തപസ്സു ചെയ്യുന്നില്ലേ? അതുപോലെ. എങ്കിലും ശ്രമിച്ചാലാവുമോ എന്ന് അറിയാമല്ലോ. എന്റെ യത്നം ഇതുപോലെയാണെന്നാണോ അങ്ങ് കരുതുന്നത്? ഞാൻ എന്റെ കർമ്മത്തിൽ ഉറച്ചുനിന്ന് അത് നേടുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല. യവഗ്രീതന്റെ ദൃഢനിശ്ചയത്തോടെയുള്ള വാക്കുകൾ കേട്ട് വൃദ്ധൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായി. ദേവാധിദേവനായ ഭവാന് പ്രണാമം. ആവും വിധം അങ്ങ് എന്നെ സഹായിച്ചാലും, യവഗ്രീതൻ ഇന്ദ്രനോട് അപേക്ഷിച്ചു. ഇന്ദ്രൻ കനിഞ്ഞു. യവഗ്രീതനും അയാളുടെ പിതാവായ ഭരദ്വാജനും അഭ്യസിക്കാതെ തന്നെ വേദജ്ഞാനം പ്രാപ്തമാക്കിയിരിക്കുന്നു. വേദജ്ഞാനിയായ ഏതൊരാളെക്കാളും മേലെയാണ് ഇനി നമ്മൾ, യവഗ്രീതന് തോന്നി. ഉണ്ണി, നിന്റെ അഭീഷ്ടം പോലെ വരസിദ്ധി കരഗതമായിരിക്കുന്നു. ഇതുമൂലം ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കാരം നാശത്തിലേക്ക് അടുപ്പിക്കും. ഭരദ്വാജൻ പുത്രന് മുന്നറിയിപ്പു നൽകി. കാലം പിന്നെയും കഴിഞ്ഞു. വരലബ്ധിയിൽ നിർഭയനും ഗർവിഷ്ഠനുമായി തീർന്ന യവഗ്രീതൻ ഒരു ദിവസം രൈബ്യന്റെ ആശ്രമാങ്കണത്തിലേക്ക് കയറിച്ചെന്നു. ആ സമയം അവിടെ യുവതിയും സുന്ദരിയുമായ ഒരുവളെ കണ്ട് യവഗ്രീതൻ കാമമോഹിതനായി.
രൈബ്യന്റെ പുത്രൻ പരാവസുവിന്റെ ഭാര്യയായിരുന്നു അവൾ. തന്റെ ഇംഗിതത്തിന് വഴിപ്പെടണമെന്ന് അവളോട് യവക്രീതൻ ആവശ്യപ്പെട്ടു. യവക്രീതന്റെ പ്രഭാവം അറിയാവുന്ന അവൾ അവനെ നയത്തിൽ അല്പം അകലെയുള്ള വിജനസ്ഥലത്ത് കാത്തുനിൽക്കാൻ പറഞ്ഞിട്ട് ആശ്രമത്തിനകത്തേക്ക് പോയി. പെട്ടെന്ന് ആശ്രമത്തിലേക്ക് കടന്നുവന്ന രൈബ്യൻ തന്റെ പുത്രഭാര്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചു. യുവക്രീതൻ ആശ്രമത്തിൽ കടന്നുവന്നതും തന്റെ ഇംഗിതത്തിനു വഴിപ്പെടാൻ അവളെ പ്രേരിപ്പിച്ചതും അവൾ മഹർഷിയെ അറിയിച്ചു. വിജനതയിൽ അവളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന യുവക്രീതനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കോപാക്രാന്തനായ രൈബ്യൻ തന്റെ ജട പൊട്ടിച്ചെടുത്ത് മന്ത്രം ചൊല്ലി അഗ്നിയിൽ ഹോമിച്ചു. ഹോമകുണ്ഡത്തിൽ നിന്നും പൊടുന്നനെ കൃത്യ എന്ന ഘോരപിശാച് പരാവസുവിന്റെ ഭാര്യയുടെ രൂപത്തിൽ ആവിർഭവിച്ചു. രൈബ്യൻ വീണ്ടും ജട പൊട്ടിച്ചെടുത്ത് മന്ത്രപൂർവം ഹോമം നടത്തിയപ്പോൾ ഭീകരരൂപിയും ശൂലധാരിയുമായ ഒരു രക്ഷസും അവിടെ പ്രത്യക്ഷനായി. മഹർഷിയെ നമസ്കരിച്ച് ആജ്ഞ കാത്തുനിന്ന അവരോട് യവക്രീതനെ കൊല്ലാൻ രൈബ്യൻ ആജ്ഞാപിച്ചു. കൃത്യ യവക്രീതന്റെ കമണ്ഡലു ആദ്യം കൈക്കലാക്കി. അവളുടെ മായാവിലാസത്തിൽ കുടുങ്ങിനിന്ന യവക്രീതനെ രക്ഷസ് ശൂലവുമായി നേരിട്ടു. പ്രാണരക്ഷാർത്ഥം പിതാവിന്റെ ഹോമശാലയിലേക്കു കടക്കാൻ ശ്രമിച്ച യവക്രീതനെ അന്ധനായ കാവൽക്കാരൻ കവാടത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി. ആ തക്കത്തിന് രക്ഷസ് തന്റെ ശൂലം പ്രയോഗിച്ച് യവക്രീതനെ കൊലപ്പെടുത്തി. സ്വാധ്യായം കഴിഞ്ഞ് ഹോമശാലയിലേക്കു കടന്നു ചെന്ന ഭരദ്വാജനെ തെളിഞ്ഞു കത്തിനിന്ന് പതിവായി ആദരിക്കുന്ന അഗ്നി അന്ന് മങ്ങി മുനിഞ്ഞു നിന്ന് എതിരേറ്റു. ഏതോ അത്യാഹിതം സംഭവിച്ചിരിക്കണം എന്ന് മുനിക്ക് തോന്നി. അദ്ദേഹം അന്ധനായ കാവൽക്കാരനോട് എന്തുണ്ടായി എന്ന് ആരാഞ്ഞു. കാവൽക്കാരൻ അവിടെ നടന്ന അത്യാഹിതത്തെക്കുറിച്ച് ഭരദ്വാജനോട് പറഞ്ഞു. ശൂലാഘാതമേറ്റ് മാറുപിളർന്ന് മരിച്ച പുത്രനെ കണ്ട് ഭരദ്വാജൻ പൊട്ടിക്കരഞ്ഞു. നിഷ്കളങ്കനും ബ്രഹ്മഹിതത്തിനായി നിലകൊണ്ടവനുമായ തന്റെ പുത്രനെ രൈബ്യൻ കൊല്ലിച്ചതിൽ മനം നൊന്ത് വിലപിച്ചു. രൈബ്യ, പുത്രദുഃഖത്താൽ നീറി മരിക്കാൻ വിധിക്കപ്പെട്ട ഞാനും ഇതാ എന്റെ പുത്രന്റെ പിന്നാലെ പോവുകയാണ്. നീ ഇതിന്റെ ഫലം അനുഭവിക്കണം. ഞാനിതാ ശപിക്കുന്നു. നിന്റെ മൂത്ത പുത്രൻ നിന്നെയും കൊല്ലട്ടെ. യവക്രീതനെ യഥാവിധി സംസ്കരിച്ചു. പുത്രന്റെ ചിതയിൽ ദുഃഖാർത്തനായ പിതാവും ജീവിതമൊടുക്കി. നാളുകൾ പിന്നെയും കഴിഞ്ഞു. ബൃഹദ്യുമ്നൻ എന്ന രാജാവിന്റെ സത്രത്തിൽ പങ്കെടുക്കാൻ പോയിരുന്ന രൈബ്യന്റെ പുത്രന്മാരിലൊരാൾ പരാവസു ഒരു സായാന്തനത്തിൽ മടങ്ങിയെത്തി. മാൻതോൽ പുതച്ച് കാട്ടിലൂടെ നടന്നു വന്ന രൈബ്യനെ മാനെന്നു തെറ്റിദ്ധരിച്ച് പരാവസു അമ്പെയ്തു വീഴ്ത്തി. അങ്ങനെ ഭരദ്വാജന്റെ ശാപം ഫലിക്കുകയും ചെയ്തു.